പുൽപ്പള്ളി മേഖലയിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം പടർന്നു പിടിക്കുന്നു. ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. കന്നുകാലികൾക്ക് ചർമ്മമുഴ രോഗം വ്യാപിക്കാൻ തുടങ്ങിയതോടെ ക്ഷീരകർഷകർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. മാരപ്പൻമുല, കോളറാട്ടുകുന്ന്, മൂഴിമല, കാപ്പിക്കുന്ന് പ്രദേശങ്ങളിലെ നിരവധി കർഷകരുടെ കന്നുകാലികൾക്കാണ് ചർമ്മമുഴ രോഗം പടർന്നു പിടിച്ചിരിക്കുന്നത്. കോളറാട്ടുകുന്ന് കടുവനാൽ തോമസിന്റെ പശുവും കിടാവും ഈ രോഗബാധയെ തുടർന്ന് ചത്തിരുന്നു. കോളറാട്ടുകുന്ന് ആനിത്തോട്ടത്തിൽ ജോർജ്, മാരപ്പൻമുല അയ്യനാംപറമ്പിൽ ജോൺ എന്നിവരുടെ പശുക്കളും ഇതേ രോഗബാധയെ തുടർന്ന് ചത്തു. മൂഴിമല ആലുങ്കൽ ടോമി, കരിഞ്ഞാലിൽ രാജു, എള്ളുങ്ങൽ ബേബി തുടങ്ങിയവരുടെ കന്നുകാലികളും ചർമ്മമുഴ രോഗബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ്. മൃഗസംരക്ഷണ വകുപ്പ് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. ഒന്നാമത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കാലിത്തീറ്റയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ക്ഷീരകർഷകരാകെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും ഒരു വാക്സിൻ മരുന്ന് കണ്ടുപിടിക്കണമെന്നാണ് പറയാനുള്ളത്. ആശുപത്രിയിൽ ഇതിൻ്റെ മരുന്ന് കിട്ടാറുണ്ടോ? ഇല്ല, ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറയുന്നത് ഇതിന് ശരിയായ ഒരു മരുന്നില്ല. ഇത് മനുഷ്യന് ചിക്കൻ ബോക്സ് വരുന്ന പോലത്തെ ഒരു അസുഖമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ രോഗത്തിന് വ്യക്തമായ മരുന്നുകളും പുൽപ്പള്ളി മൃഗാശുപത്രിയിൽ നിന്നും ലഭിക്കുന്നില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട്. പശുക്കൾ ചത്ത കർഷകർ ഇത് സംബന്ധിച്ച ക്ഷീരവികസന വകുപ്പിനും മൃഗസംരക്ഷണ വകുപ്പിനും പരാതി നൽകിയെങ്കിലും അവരും ഇക്കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. കാലിത്തീറ്റയുടെ വിലവർധനവും മറ്റ് വർദ്ധിച്ച ചികിത്സാ ചെലവുകളും മൂലം ദുരിതത്തിലായിരിക്കുന്ന ക്ഷീരകർഷകർക്ക് തങ്ങളുടെ ഉപജീവനമാർഗമായ പശുക്കൾക്ക് ചർമ്മമുഴ രോഗം കൂടി വരുന്നതോടെ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്ന ആവശ്യം ശക്തമാണ്. സി ഡി ബാബു, മറുനാട് ന്യൂസ്, പുൽപ്പള്ളി.